ഇന്ന് അത്താഴപൂജയും അഹസും ഒക്കെ കഴിഞ്ഞ് ചുറ്റമ്പലത്തിനകത്ത് കൃഷ്ണാട്ടം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഗുരുവായൂരമ്പലം നിശ്ചലമായി. നടയടച്ചു. ശാന്തമായ രാത്രി. നല്ല നിലാവെളിച്ചം. കണ്ണൻ ഒറ്റയ്ക്ക് നടന്ന് തീർത്ഥക്കുളക്കടവിൽ പോയിരുന്നു. ഓടക്കുഴലെടുത്ത് മടിയിലും വെച്ചു. കണ്ണൻ്റെ മുഖം ഇന്ന് ശാന്തമാണ്. എന്തോ ആലോചിച്ച് തീർത്ഥക്കുളത്തിൽ പൗർണമി ചന്ദ്രനെ നോക്കി ഒരേ ഇരിപ്പ്. ഏറെ സമയം മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ച് കണ്ണൻ അവിടെ ഇരുന്നു. എല്ലാ പൗർണമി നാളിനും ഇതാ പതിവ്. അതറിയാവുന്ന കണ്ണൻ്റെ അച്ഛൻ തിരുമേനി കണ്ണൻ്റെ അരികിലേക്ക് എത്തി. കണ്ണാ, ഇന്ന് പൗർണമിയാണല്ലേ? കണ്ണൻ പതുക്കെ മൂളി. കണ്ണൻ ഇവിടെ കാണുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായി. അച്ഛൻ തിരുമേനി കണ്ണൻ്റെ കൈമ പതുക്കെ പിടിച്ചു. രാധയെ ഓർക്കാതെ ഒരു പൗർണമി രാവും കടന്നു പോവില്ല അല്ലേ? കണ്ണൻ തിരുമേനിയോട് പറഞ്ഞു. പൗർണമി നാളിന് മാത്രമല്ല അച്ഛൻ തിരുമേനി, എൻ്റെ ഓരോ ശ്വാസത്തിലും രാധയുണ്ട്. പിന്നെ പൗർണമി, അത് എനിക്കും രാധയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത രാവുകളായിരുന്നു. എൻ്റെ മാറോടലിഞ്ഞ രാധയും രാധയുടെ സ്നേഹത്തിൽ അലിഞ്ഞ കൃഷ്ണനും. പൗർണമി രാവിൽ അത് ഓർക്കാതിരിക്കാനാവില്ല. എൻ്റെ മനസ്സിൽ ഒരിടമുണ്ട്. അതെന്നും എൻ്റെ രാധയ്ക്കുള്ളത് മാത്രമാണ്. അവിടെ ആർക്കും ഒരിക്കലും എത്തിപ്പെടാനാവില്ല. അതെൻ്റെ രാധയ്ക്ക് മാത്രം, രാധയ്ക്കുള്ളത് മാത്രമാണ്. രാധയില്ലാതെ കൃഷ്ണനില്ല. അച്ഛൻ തിരുമേനി അപ്പം പറഞ്ഞു, കൃഷ്ണനില്ലാതെ രാധയും. കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞു. ശബ്ദമിടറി. പൗർണമി ചന്ദ്രനെ നോക്കി അരികത്തിരിക്കുന്ന ഓടക്കഴിലെടുത്ത് മടിയിൽ വെച്ച് തലോടി. രാധേ, ഈ ഒരു രാവും കടന്നു. ഇനിയും വരുന്ന പൗർണമികളിലെല്ലാം കണ്ണനും രാധയും ഈ പ്രണയം താലോലിച്ച് കാത്തിരിക്കും. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നും നിൻ പാദങ്ങളിൽ സ്നേഹമായും ഭക്തിയായും രാധയുണ്ട്. രാധേ കൃഷ്ണ.